ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അറബിക് ഡിഷായിട്ടുള്ള ഹമൂസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിളിൻ്റെ കൂടെയും ഫലഫലിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഡിപ്പാണ് ഈ ഹമൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് വെച്ചാൽ 250 ഗ്രാം വെള്ളക്കടലയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ ഹമൂസ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെള്ളക്കടല നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു കുക്കർ എടുക്കാം. ഈ കുക്കറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ടിന്നിൽ വരുന്ന കടല വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ടിന്നിൽ വരുന്ന കടലയാകുമ്പോൾ നമുക്ക് ഈ ഭാഗം ഒഴിവാക്കാം. കാരണം ടിന്നിൽ വരുന്ന കടല വെന്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല, കടല മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലടിക്കുന്ന സമയത്ത് എൻ്റെ കുക്കറിൽ കടല വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് കടല. ഇപ്പോൾ കുക്കറിനെ അപേക്ഷിച്ചിരിക്കും കേട്ടോ കടലയുടെ വേവൊക്കെ. നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ എത്ര വിസിൽ വേണമെന്നുള്ളത് തീരുമാനിക്കാം. ഇനി നമുക്ക് തഹിനി പേസ്റ്റ് ഉണ്ടാക്കണം. ഈ തഹിനി എന്ന് പറയുന്നത് അറബിയിൽ എള്ളുണ്ടല്ലോ, നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന വെള്ള എള്ള്, അതിനെയാണ് തഹിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തഹിനി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒലീവ് ഓയിൽ വേണം. അപ്പോൾ ഈ ഒലീവ് ഓയിലും ഈ വെള്ള എള്ളും കൂടിയിട്ടാണ് നമ്മൾ തഹിനി പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തഹിനി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എള്ള് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എള്ള് ചൂടായി കഴിയുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവും. അതുപോലെ എള്ളിനകത്തുനിന്ന് നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത്. അതുപോലെ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇതിനകത്തോട്ട് ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇതിലേതെങ്കിലും ഒന്ന് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എള്ളിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചു കഴിയുമ്പോൾ ഇത് കുറച്ചിങ്ങനെ കട്ടയായിട്ടായിരിക്കും കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ കൂടെ ചേർത്ത് അടിക്കുമ്പോഴത്തേക്കും ഇത് നല്ല ലൂസായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി അരച്ച് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഹമൂസ് ഉണ്ടാക്കാനുള്ള കടല വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ തഹിനി പേസ്റ്റും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും അത്. അതുപോലെ 2 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങ നീര് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒലിവ് എണ്ണയാണ്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇട്ട് കൊടുക്കാം. മുഴുവൻ കടല ഇടണമെന്നില്ല, കുറച്ചായി ഇട്ട് അരച്ചാലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ തഹിനി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പ് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇതേപ്പം ഞാനിത് അരച്ചെടുത്തു. ഇത് നല്ല പഫി ആയിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടുള്ളൊരു സ്മൂത്ത്നെസ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. ഇതിനകത്ത് ഒരല്പം ഉപ്പ് കുറവുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് കുറവാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. തഹിനി പേസ്റ്റ് കൂടുതൽ ചേർക്കരുത് കേട്ടോ, അതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തഹിനിക്ക് കയ്പ്പുള്ളത് കാരണം അത് വേണ്ട, അത് 1 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്നുകൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അത് ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരല്പം ഒലിവെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് പ്ലേറ്റിൽ കിട്ടുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാഴ്സലിയുടെ പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മേലോടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. മാതള നാരങ്ങയുടെ അല്ലി വെച്ചിട്ടോ ഒലിവ് വെച്ചിട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയിൽ വെറുതെ ഇങ്ങനെ തേച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ടാറ്റാ, ബൈ, സീ യു.